ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ബാങ്ക് ബാലൻസ് ഒന്ന് കാണിക്കോ? ഞാൻ വലിയ കോടീശ്വരനാണ് ഇവിടുത്തെ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ പണക്കാരൻ ആണൽ ഏഴകൾക്ക് തോഴൻ. ഈ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോടികളുണ്ട്, പക്ഷെ മനസ്സമാധാനമില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഇയർ തന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറങ്ങണം പുല്ലേ. പുള്ളിയുടെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ആ പരിപാടി നിർത്തിക്കോട്ടെ. പണം എനിക്കൊരു പ്രശ്നമല്ല. വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സമ്മതിക്കില്ല. നീയൊക്കെ ഇവിടെ വന്നാടാ. ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കന്യകനാണ്. ഞാൻ ഇന്നേവരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. 10,62,612 രൂപ 55 പൈസയിൽ നിന്ന് 55 പൈസ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നശിക്കട്ടെ. സന്തോഷായില്ലേ? ചേടാ, 1 രൂപ കുറവ്. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഈ ലോകത്ത് മലയാളിമാര് മാത്രം പോരാ, പിച്ചക്കാരും വേണം. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആർക്കാ ഈ പാവപ്പെട്ടവരെന്തെങ്കിലും തരടേ അമ്മ. പാവങ്ങൾ എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായ് കണ്ടെത്തി വെച്ചിട്ടു. എല്ലാം വിധിയുടെ വിളയാട്ടം. 1450 ദിവസം എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്റെ ഡാഡി കുറച്ച് റിച്ച് ആണെന്നറിയാലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. കാശ് കൊണ്ടുവരുന്ന അങ്കിള് വരുന്നമ്മേന്ന്. ഒന്നവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്.